സ്നേഹത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ ഓണം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ മനോഹരമായ ആംഫെയർ ഓണം മാസ് ഓണം പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗാനത്തോടെ നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. അതിനായി ഞാൻ നിവേദ മോനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തമിഴ് മൊഴിയിൽ കന്ദസ്വാമി സന്നിധിയിൽ ഇമ്പമോട് ജപം മരുളിടും ജനം ജനം മനതിൽ അൻപു തൂകും ഒരുവൻ അംശമാന തരുണൻ അവതരിച്ച മുരുകൻ ഷൺമുഖൻ. പോയ കാലം കാറ്റിനക്കരെ കൊയിലു വീണ മോഹം കടലിനക്കരെ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. കൈമു പോയ കാലം കാറ്റിനക്കരെ കൊയിലു വീണ മോഹം കടലിനക്കരെ ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ പ്രിയ ദേവത ചൂടി തന്ന പൂ മറന്നുവോ ദേവിയായി വന്നടഞ്ഞൊരൊറ്റ മോഹമേ ദേവവെന്നെനിക്കു നഷ്ടസ്വർഗമായി. സ്പീച്ചിന് വേണ്ടി നാം സുരഭി മാമിനെ സ്വാഗതം ചെയ്യുന്നു. ഓണം എന്നത് നമ്മുടെ ഒരു ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒരുമയുടെയും പ്രതീകമാണ്. അതിൽ ആംഫെയർ ഓണം മാസോണം എന്ന തീം നമ്മൾ മുന്നിട്ട് നിർത്തി ഇന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യാണ് ഇവിടെ. അതിൽ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വന്നത് നമ്മുടെ ആംഫെയർ ഫാമിലിയാണ്. എന്ത് തിരക്ക് ഓണത്തിന് എല്ലാവർക്കും നല്ല തിരക്കായിരിക്കും, പക്ഷെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് എല്ലാ തിരക്കും മാറ്റി വെച്ച് നമ്മളിവിടെ ഒത്തുകൂടിയ ആംഫെയർ ഫാമിലിയാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. അപ്പം നമ്മളിവിടെ എത്തിച്ചേർന്ന എല്ലാ കുട്ടികളെയും അമ്മമാരെയും സ്പൗസിനെയും നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ടുള്ള എല്ലാവരെയും ഞാനിവിടെ വെൽക്കം ചെയ്യാണ്. നമ്മളെ ആംഫെയർ മാസോണം സെലിബ്രേഷൻ ഭാഗമായിട്ട് നമ്മൾ പരിപാടി നടത്തുകയാണ്. അപ്പോൾ സായിപ്പ് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ പേര് മാത്രമാണ് എടുത്തു പറയേണ്ട സംഭവം. നമ്മളൊരു ടീമായിട്ട് നമ്മളെ ഫാമിലി പിന്നെ ആംഫെയർ ഫാമിലി എല്ലാവരും കൂടെ ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു പൂക്കളം ഓണത്തിൻ്റെ നമ്മളെല്ലാ സെലിബ്രേഷനും ഒരു മെസ്സേജ് ഉണ്ടാവും. അത് ഓണമായാലും ഏത് പരിപാടിയായാലും. അപ്പോൾ ഓണത്തിൻ്റെ മെയിനായിട്ട് നമ്മളൊരു ടീം വർക്ക്, ഒരു ഐക്യം, പിന്നെ യൂണിറ്റി, അതൊക്കെയാണ് നമ്മളൊരു ഓണത്തിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് നമ്മളിവിടെ ഇപ്പോൾ കാണുന്നത്.
talking about an important topic, how I learned from my mistakes. We all make mistakes. I make them, you make them, even adults make them. But that's okay because every mistake is a chance to learn something new. Let me tell you a small story. Last month, I forgot to bring my homework to school. I was scared and my teacher was upset. But instead of crying, I told myself, I'll try next time. And that mistake helped me become more responsible. And that day on, I always packed my bag the day before. And that mistake helped me become more responsible. Mistake teaches lessons. Here are some ways I learned from my mistakes. I think about what went wrong. I ask myself, what did I do wrong? Maybe I didn't listen properly or I rushed through my work. Thinking helps me understand the mistake. I try again. Sometimes I don't know how to fix my mistake. That's when I ask my teachers or parents. They guide me and teach me the right way. I stay positive. I don't get angry or sad for too long. I tell myself, it's okay, I'll try next time. Why learning from mistakes is important? Because it helps us grow, become wiser, and do better in life. Great people like scientists, inventors, and sports players made a lot of mistakes, but they didn't give up. They kept learning and they became successful. I'm proud that I learned something new each time I make a mistake. And I'll keep learning and growing step by step. Thank you. Happy Onam. Captain of the ship, founder and CEO, Amfair Fintech Private Limited, Mr. Renju KP, to inaugurate this Onam program and to deliver your thoughts. Please welcome. First of all, I may use this opportunity to say thanks to all Amfair family. വലിയ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയ സമയം ഇവിടെ നമ്മുടെ കൂടെ ചെലവഴിക്കാൻ വേണ്ടി എത്തിയ എല്ലാ ആൾക്കാർക്കും എൻ്റെ ഹൃദയാഭിവാദ്യം. ആംഫെയറിന്റെ സക്സസിന് വേണ്ടിയിട്ട് ടീം ആംഫെയർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് എല്ലാവിധ പിന്തുണയുമായിട്ട് ആംഫെയർ ഫാമിലിയിലെ ഓരോ ആൾക്കാരും, നമ്മുടെ ഇവിടെയുള്ള ഓരോ കൊച്ചു കൂട്ടുകാര്, സഹോദരി സഹോദരന്മാര്, അമ്മമാര്, എല്ലാ ആൾക്കാരെയും സ്നേഹത്തോടു കൂടി നമ്മൾ ചേർത്ത് വെക്കുകയാണ്. നമ്മൾ ഈ ഓണം പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രസംഗത്തിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. എന്നാലും ആംഫെയറിനെ കുറിച്ചൊരു 2 വാക്ക് പറയാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ കൂടുതൽ സമയം എടുക്കില്ല. ആംഫെയറിന്റെ തുടക്കത്തില് നമ്മള് എന്തായിരിക്കണം, എന്തിനു വേണ്ടിയായിരിക്കണം ആംഫെയർ നിലകൊള്ളേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ നമുക്ക് അതിന് നമ്മുടെ ഒരു വിഷനിലൂടെ നല്ലൊരു ക്ലാരിറ്റി നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആംഫെയർ നിലകൊള്ളുന്നത് പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അഭിവൃദ്ധി ജനറേറ്റ് ചെയ്യുക. നമ്മൾ
കാണുന്ന ഒരു കസ്റ്റമർക്ക് അഭിവൃദ്ധി ജനറേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ അഭിവൃദ്ധി നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ സ്റ്റേറ്റിലും നമ്മുടെ രാജ്യത്തിനും അഭിവൃദ്ധി എത്തിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കുക. ഈ വിഷനാണ് എവറി ഡേ നമ്മളെ രാവിലെ ചാടി എഴുന്നേക്കാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നത്. ഈ വിഷൻ ഉള്ളതാണ് നമ്മളെല്ലാവരെയും ഈ റൂമിലേക്ക് ഇന്ന് എത്തിക്കാനായിട്ടുള്ള ഒരു റീസൺ. അപ്പൊ നമ്മള് ഈ ആംഫെയർ ഈ വിഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത് ആംഫെയർ ഫാമിലിയുടെ സഹായത്തോടു കൂടി ടീം ആംഫെയർ ആണ്. ഇവിടെ എത്തിയ എല്ലാ ആൾക്കാർക്കും സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഓണാശംസകൾ. താങ്ക് യു. ഈ ആഘോഷവേളയിലേക്ക് ആംഫെയർ ഓണം മാസ് ഓണം എന്ന ഈ പ്രോഗ്രാം ആംഫെയർ ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ആംഫെയർ ഫാമിലിയെ ടീം ആംഫെയറിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മോർണിംഗ് ഓൾ. എന്നെ എല്ലാവർക്കും അറിയാം. ഇതെൻ്റെ മോൾ ശ്രേയ, ഹസ്ബൻഡ് തേജസ്. ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഫാമിലിയുള്ളവർ കൂടാതെ ഒരു ഫാമിലിയെ കൂടി കാണാനും സംസാരിക്കാനും പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഗുഡ് മോർണിംഗ്. ഇതെൻ്റെ മോൻ അയാൻഷ്. അമ്മ ഭർത്താവിന് വരാൻ പറ്റിയില്ല, ആള് നാട്ടിലാത്തതുകൊണ്ട്. ആദ്യമായിട്ടാണ് ഇതുപോലെ ഫാമിലിയുടെ കൂടെ ഒരു സെലിബ്രേഷൻ നടത്തുന്നത്. ഇതിന് ഒരു അവസരം ഉണ്ടാക്കി തന്ന എല്ലാവർക്കും നന്ദി. എല്ലാ ആംഫെയർ ഫാമിലിക്കും എല്ലാവർക്കും ഹാപ്പി ഓണം. ഗുഡ് മോർണിംഗ് ടീം ആൻഡ് ആംഫെയർ ഫാമിലി. ഞാൻ ദീപ, ഇവിടുത്തെ കണ്ണൂരിലെ ടീം മാനേജറാണ്. ഇതെൻ്റെ മോൻ കൃഷി. നമ്മുടെ ഒരു ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു ഓണാഘോഷ പരിപാടി നമ്മുടെ ഫേമിൽ ചെയ്യുന്നത്. സോ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് എല്ലാവരും ഒന്നിച്ച് കാണാൻ പറ്റിയതിലും. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഒരുമിച്ച് കാണാൻ പറ്റിയതിലും. നമ്മുടെ തന്നെ ഒരു പാർട്ടാണ്, നമ്മൾ ഡെയിലി കാണുന്നില്ല എന്നൊക്കെ ഉള്ളൂ. നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്. അപ്പം എൻ്റെ പേര് അഞ്ജു. എനിക്ക് 3 മക്കളാണുള്ളത്. ഹസ്ബൻഡ് ഇപ്പോൾ വേറെ പരിപാടിയായിട്ട് തിരക്കിലാണ്. അപ്പോൾ മൂത്തയാൾക്കൊരു പനി ആയതുകൊണ്ട് വന്നില്ല. ഇത് ടിയ, ഏറ്റവും ചെറിയ ആളാണ്. ഇത് ജയിക്ക്, രണ്ടാമത്തെ ആളാണ്. താങ്ക് യു. ടീം ആംഫെയർ ആൻഡ് ആംഫെയർ ഫാമിലി, എന്നോട് എല്ലാവരും കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൻ്റെ മോനാണ്, പേര് റയാൻ. ഹസ്ബൻഡിന് വരാൻ പറ്റിയിട്ടില്ല. അപ്പം മോൻ എപ്പോഴും പറയാറുണ്ട്, അമ്മ ഓഫീസിൽ ഒരു പ്രോഗ്രാമിനെ കൊണ്ടുപോകാറില്ല, ടൂർ പോകുമ്പോൾ കൊണ്ടുപോകാറില്ല, ഓഫീസിലേക്ക് കൊണ്ടുപോകാറില്ല. ഈ ഒരു അവസരത്തിൽ അവനെയും കൂടി ഇവിടെ വരാൻ പറ്റി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം രാവിലെ നേരത്തെ വരണമെന്ന് പറഞ്ഞപ്പോൾ എന്നെക്കാൾ ഇൻട്രസ്റ്റ് സത്യമൻ അവനായിരുന്നു. നേരത്തെ ബീച്ച് ഇവിടെ എത്തി പൂക്കളോടാനും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ അവസരം ഒരുക്കി തന്ന ടീം ആംഫെയറിന് ഒരിക്കൽ കൂടി നന്ദി പറയാണ്. എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു പൊന്നോണം ആശംസിക്കുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം എല്ലാവരും ഒരു ഹാപ്പി മൂഡിലാണ്. കാരണം നമുക്ക് ഓണാണല്ലോ. ഈ ഒരു ഓണത്തിന് നമ്മൾ ആംഫെയർ സ്റ്റാഫ് മാത്രമല്ല, നമ്മുടെ ആംഫെയർ ഫാമിലിയും കൂടി നമ്മൾ ഇപ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ മക്കളും നമ്മുടെ ഹസ്ബൻഡും വൈഫും എല്ലാവരും ആയിട്ട് നമുക്ക് ഈ ഒരു ഓണം ഗംഭീരമായിട്ട് ആഘോഷിക്കാം. ഞാൻ എൻ്റെ മകൻ ഉദിത് കൃഷ്ണ 4th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഇവിടെ സെൻറ് ജോസഫിലാണ്. ഇവൻ കുഴപ്പമില്ല, പാട്ടൊക്കെ പാടും. പക്ഷെ ഇവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ പാടുന്ന ഒരാളൊക്കെയാണ്. പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡ് വിജിലേഷ്, വെൽഡറാണ്. ഹസ്ബൻഡും പാടും, നെക്സ്റ്റ് സ്റ്റേജിൽ പാടുന്നതാണ്. പിന്നെ അച്ഛനും മോനും കൂടി ഒരു കരോക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതവർ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ എല്ലാവരും ഇത്രയും ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു മൊമെന്റിൽ ഈ ചെറിയ മക്കളും പിന്നെ നമ്മളെല്ലാവരും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴും നമ്മളെ ഒരു നെക്സ്റ്റ് മന്ത് നമ്മളാരും മറക്കാൻ പാടില്ല. കാരണം നമുക്ക് ഈ ഒരു ഫോം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ തരുന്ന ടാർഗറ്റുകൾ നമ്മൾ അച്ചീവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീക്ക്, അതായത് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ഇതിനെക്കാട്ടി നല്ലൊരു ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മളുടെ പ്രോസ്പെരിറ്റിയുടെ കൂടെ തന്നെ
നമ്മളുടെ ടാർഗറ്റ്, നമ്മുടെ വിഷനും കൂടി നമ്മൾ മുറുകെ പിടിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് ഇയറിൽ ഇതിനെക്കാട്ടി നല്ലൊരു സെലിബ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനും കൂടി വേണ്ടിയിട്ട് എല്ലാവരും പ്രയത്നിക്കുക. എല്ലാവർക്കും ഹാപ്പി ഓണം. നല്ല കൈയ്യടി കൊടുക്കണം. എല്ലാവർക്കും ഹാപ്പി ഓണം. എൻ്റെ നെയിം രമാദേവി. മക്കൾ വന്നിട്ടില്ല, ഫീവറായ കാരണം. ഹസ്ബൻഡിന് കുറച്ച് വർക്കുള്ള കാരണം ഹസ്ബൻഡ്സിന് വരാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈമാണ് നമ്മൾ ആംഫെയറിൽ ഈ ഒരു ഓണം സെലിബ്രേഷൻ ചെയ്യുന്നത്. അത് ഭയങ്കര ഹാപ്പിയാണ്. ചെറിയൊരു വർക്കുണ്ട്, മക്കളെ കൊണ്ടുവരാൻ പറ്റാത്തതിനും ഹസ്ബൻഡിനെ കൊണ്ടുവരാൻ പറ്റാത്തതിനും ചെറിയൊരു സങ്കടമുണ്ട്. എങ്കിലും ഹാപ്പിയാണ്. ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും മീറ്റ് ചെയ്യാൻ പറ്റിയതിന് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇപ്പോൾ നമുക്ക് എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ. Warm welcome to our CEO, Ranjit sir and family. Today, as we celebrate the prosperity and togetherness, we are truly honored to have you with us. Your support and guidance always motivates us, and your presence adds happiness to this gathering. On behalf of the entire team, we extend our heartfelt Onam wishes and a grand welcome to you. Even more special as we take a moment to honor one of our own person who has been with us through thick and thin for the past 13 years. 13 years is not just a number, it's a journey of dedication, loyalty and commitment. In every step of this organization's growth, this person has played a valuable role, contributing not just with the work, but with sincerity, positivity and team spirit. On behalf of the entire team, I extend a heartfelt welcome to our deepest appreciation to Shadi ji. Your journey inspires us all, and we are proud to celebrate this Onam with you. Presundam Shadi ji and family. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നമ്മളുടെ ഈ ആംഫെയറിൽ ഇനിയും വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ ഞാൻ ഏറ്റവും വളരെ ആഗ്രഹിക്കുന്നു, വളരെയധികം പ്രയത്നിക്കുകയും ചെയ്യുന്നു. അതാണ് ഞാൻ വിചാരിക്കുന്ന ആംഫെയർ എല്ലാവർക്കും ഓണാശംസകൾ. A powerhouse performer, team leader, and equally known for her fearless individuality and has deep contributions to the sales. Put your hands together for our Surabhi ma'am. ആംഫെയർ ഫാമിലി ആയിട്ട് ഒത്തുകൂടിയത് ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. നമുക്ക് ഇനിയുള്ള വർഷങ്ങളിലും ഇതിൽ ഗംഭീരമായിട്ട് നമുക്ക് ഇനിയും ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ഓണം. ഇവിടെ എൻ്റെ മോൻ നിവേദ കൃഷ്ണ, മോള് ദേവാനന്ദ. മോൾ +2 പഠിക്കുന്ന, മോൾ 8th പഠിക്കുന്നു. Thank you, Surabhi ji. Please proceed. To invite our dearest colleague Ramesh to this program. Your energy, dedication and positive spirit always brings value to the team. Please welcome. ഹലോ, ഞാൻ രമീഷ്, കണ്ണൂർ എസ് ആണ്. ഫാമിലി വൈഫ് കെയറിംഗ് ആയിട്ടാണ് വരാത്തത്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവർക്കും ഹാപ്പി ഓണം. ആംഫെയർ ഓണം മാസം ഓണം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. It's a pleasure to extend a warm welcome to Mr. Shyam. Your leadership and guidance have always been a source of strength for the entire team. എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മളെ ആംഫെയർ ഫാമിലി മൊത്തം ഹാപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ഒരു ഫാമിലിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ള നമ്മളെ വിഷന്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഫാമിലി ശരിക്കും നമ്മളെ വർക്ക് സപ്പോർട്ടൊക്കെ നമ്മൾ രാവിലെ പോകുന്നത്, രാത്രി എത്തുന്നത്, അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ഫാമിലിയാണ് നമ്മളെ ബാക്ക് ബോൺ. അപ്പോൾ അത് നമ്മളെല്ലാ ഹാപ്പിനെസ്സിലും ഫാമിലിയും കൂടെ ഇൻവോൾവ് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ടീമിലേക്ക് എത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, താങ്ക് യു. ഇൻട്രൊഡക്ഷൻ ചെയ്തില്ല. വൈഫ് അഞ്ജന, മകൻ വിരാട് കൃഷ്ണ. ഓക്കെ.